ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വാടക വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ നിർമ്മിച്ച ഞങ്ങളുടെ ഈ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറിയ വീടാണെങ്കിലും ഞങ്ങളുടെ സ്വർഗ്ഗമാണ് കേട്ടോ ഇത്. പൈസയൊക്കെ ഉണ്ടാവുന്ന കാലത്ത് മുമ്പിലോട്ട് വീട് കൂട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും പിന്നിലായിട്ടാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത്. ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്യാതിരുന്നതും ഭാവിയിൽ കൂട്ടിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു താറപ്പായി കെട്ടിയതായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ താറപ്പായി മാറ്റി ഒരു ഷീറ്റിടണമെന്ന് അതിയായ ആഗ്രഹം വന്നിരുന്നു. പക്ഷേ അതിനുള്ള പൈസ കൊണ്ടാക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്ന് അതങ്ങനെ മുടങ്ങിപ്പോകും. അങ്ങനെ ഏകദേശം 3.5 വർഷത്തോളം ഞങ്ങളെ മഴയും വെയിലും കൊള്ളാണ്ട് താങ്ങി നിർത്തിയ ഈ താറപ്പായാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പരിഹാസ രൂപേണ പലരും ചോദിച്ച എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഈ പുരേൻ്റെ പണി നടക്കുമ്പോൾ ഇത് വീടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോഡൗണോ ഷെഡാറ്റാണോ എന്ന്. പലർക്കും ഇതൊരു വീടാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ. എല്ലാവരും മണിമാളികകളൊക്കെ കണ്ട് ശീലിച്ചുകൊണ്ട് ചെറിയ വീടുകളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അല്ലേ. മാത്രമല്ല ഇതൊരു ആകൃതിയില്ലാത്തൊരു രീതിയിലാണല്ലോ. ഫ്രണ്ടിൽ കുറേ സ്ഥലമുണ്ട്, കുറേ താറപ്പായി കെട്ടിയേക്ക്. ഇന്ന് ഞങ്ങൾ ആ താറപ്പായി മാറ്റി ഇതാ ഷീറ്റ് ഇടാൻ പോവുകയാണ് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം മുമ്പിൽ ഷീറ്റൊക്കെ എടുത്താൽ ഭാവിയിൽ വീട് കൂട്ടിയെടുക്കുമ്പോൾ അതൊക്കെ നഷ്ടമാവൂലേ എന്നൊക്കെ. അതൊക്കെ എപ്പോഴോ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് വേണ്ടത് കുറച്ച് സേഫ്റ്റിയാണ്. മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരരുത്. അതുപോലെ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. മിന്നും കുഞ്ഞും അവർ സേഫായിട്ട് നിൽക്കണം.